ഈ രാജിക്ക് ഇനി ഞാൻ കത്ത് കൊടുത്തില്ലെങ്കിലും ഇതൊരു ഡിക്ലറേഷൻ ആണ്. കുറച്ച് 15 ദിവസം കഴിയുമ്പോൾ ഈ രാജിയല്ലെന്നും പറഞ്ഞ് ഞാൻ വരികയില്ല. രാജി തന്നെയാണത്. അമ്മ എന്ന താരസംഘടനയിലെ ഒഴിയാബാധയായി മാറിയിരിക്കുന്ന താരസംഘടനയിലേക്ക് ഒരു നാണോ മാനോ ഉളുപ്പോ ഇല്ലാതെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്വേതാ മേനോൻ ജി, നിങ്ങൾക്ക് VA ശ്രീകുമാർ മേനോനെ അറിയാമോ ചേച്ചി? അറിയാമോ ശ്വേതാ മേനോൻ ജി, BR ശ്രീകുമാർ മേനോനെ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ ഈ VA ശ്രീകുമാർ മേനോനെ? കേട്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ. നമ്മുടെ ലാലേട്ടൻ്റെ ഒടിയൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയുടെ ഡയറക്ടറാണ് ഈ ശ്രീകുമാർ മേനോൻ. ഈ ശ്രീകുമാർ മേനോന് എന്തെങ്കിലും ഒരു കൊട്ടേഷൻ കൊടുത്തോ ശ്വേതാ മേനോൻ ജി? പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അമ്മ എന്ന താരസംഘടനയുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ പല സംശയങ്ങൾ അങ്ങനെ തന്നെ വെച്ചോ നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുന്നു. അവസാനം എൻ്റെ സംശയങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന വന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ട് പല ആളുകളും മെയിൻ സ്ട്രീം ചാനലുകളിൽ തന്നെ വന്ന് കഥ പറയുന്നത് നിങ്ങൾ ഉണ്ടല്ലോ. അതിലേക്ക് പുതിയ ഒരു തൂവൽ പക്ഷിയെയും കൂടെ ഞാൻ വെക്കുകയാണ്. ശ്വേതാ മേനോൻ ജി, പറ ചേച്ചി, അറിയാമോ നിങ്ങൾക്ക്? കൊട്ടേഷൻ കൊടുത്തോ നിങ്ങൾ? നാളെ തൊട്ട് നിങ്ങളെ വെളുപ്പിക്കാനുള്ള ഒരു കൊട്ടേഷൻ. പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അവിടെ രേഖപ്പെടുത്തുക. കൂടാതെ ദുഷ്ടശക്തികൾ നമ്മുടെ വീഡിയോ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടേ ഉള്ളൂ നമുക്കുള്ളൊരു പിൻബലം. അതുകൊണ്ട് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അപ്പുറം ഹൈപ്പ് എന്ന ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. മാക്സിമം പറ്റുന്നവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ആരെയും നിർബന്ധിക്കില്ല. പക്ഷേ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ശ്വേതാ മേനോൻ ജി, ഞാൻ ചോദിച്ച ആ ഒരു സംശയം ഉണ്ടല്ലോ, ഇങ്ങനെ കിംവദന്തിയൊക്കെ കേൾക്കുന്നു ചേച്ചി എന്തൊക്കെയോ കൊട്ടേഷൻ ഇങ്ങനെ വാരി കൊടുത്തു. അതിൻ്റെ പേരിൽ നാളത്തോട്ട് ഗംഭീര സോഷ്യൽ മീഡിയയിൽ ചേച്ചിയെ വെളുപ്പിക്കാനുള്ള പരിപാടികൾ നടക്കുമെന്നൊക്കെ കേട്ടു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓർത്തോ, പരിപാടി ഇതാ, കാശിൻ്റെ പുറത്ത് വെളുപ്പിക്കാനുള്ളൊരു പരിപാടി. മനസ്സിലായോ? ചേച്ചി എത്രയൊക്കെ വെളുപ്പിക്കാൻ ഇറങ്ങിയാലും ശ്വേതാ മേനോൻ ജി, ബോംബെക്കാരി, അങ്ങനെ വിളിക്കുന്നതിന് തെറ്റുണ്ടോ? ബോംബെക്കാരൊക്കെ നല്ലവരാന്നല്ലേ പറയുന്നത്? ബോംബെക്കാരി, നല്ലവരായ ചേച്ചി, നല്ലവളായ ചേച്ചി. എത്രയൊക്കെ വെളുപ്പിക്കാൻ ഇറങ്ങിയാലും ഇന്നലെ രമേഷ് പിഷാരടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ കംപ്ലീറ്റ്ലി നിങ്ങൾ തീർന്നു. മനസ്സിലായോ? നിങ്ങൾ തീർന്നു. പുള്ളി തമാശ രൂപേണ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. ഒരു നാണോ മാനോ ഇല്ലാതെ കടിച്ചു പിടിച്ച് കിടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്വേതാ മേനോൻ ജി എന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞു. പുള്ളിയെ പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇച്ചിരിയെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ ഈ കഥയും പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് ഇട്ട് ഇന്നലെ മറ്റേ കോടതി കൊണ്ട് എന്തിൻ്റെ കാര്യം? തിരിച്ചിങ്ങോട്ട് കയറിയിട്ട് എന്ത് ചെയ്യാനാ നിങ്ങൾക്ക്? നിങ്ങളുടെ എന്ത് നിരപരാധിത്വം നിങ്ങൾക്ക് തെളിയിക്കാനാ? എന്ത് നിരപരാധിത്വം തെളിയിക്കാനാ നിങ്ങളുടെ? ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞതാ. ഓക്കെ, നിങ്ങളുടെ നിരപരാധിത്വം. പിന്നെ തിരിച്ചിപ്പോൾ കയറുന്നത് പല ആളുകളുമായിട്ടുള്ള ഡീലിംഗ് ഉണ്ടല്ലോ, അതൊക്കെ പോകും ഇല്ലേ? തിരിച്ച് അതിനകത്തോട്ട് കയറി കുറച്ച് നാളും കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിന്ന് കുറച്ചും കൂടെയൊക്കെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ പല ഡീലിങ്സ് ആർക്കൊക്കെയാണോ കൈ കൊടുത്തത് അവരെല്ലാം തിരിച്ച് ചോദിക്കും. അതുകൊണ്ടല്ലേ? അല്ല, ഒരു സംശയം. രമേഷ് പിഷാരടി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഒരുപാട് വ്യക്തമായിട്ട് തന്നെ പുള്ളി പല കാര്യങ്ങളും പറഞ്ഞു. അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ചെറിയ ഒരു അബദ്ധം എൻ്റെ വായിൽ നിന്ന് വീണു. അത് വേറൊന്നും കൊണ്ടല്ല, അവസാനം നടന്ന അമ്മ ജനറൽ ബോഡി മീറ്റിംഗ്, ഈ ശ്വേതാ മേനോൻ നമ്മുടെ പിഷാരടിയോടുള്ള ആ ഒരു വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ കേട്ടതാണ്. ആ വോയിസ് റെക്കോർഡ് ചെയ്തത് ആരാന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായതാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാ, ശ്വേതാ മേനോൻ ജി. അതുകൊണ്ട് തന്നെ അവർക്ക് സപ്പോർട്ടീവായിട്ടുള്ള രീതിയിലേ അവർ സംസാരിക്കുകയുള്ളൂ. എന്നാൽ അതിൽ അവരൊരു പോർഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് എന്തൊക്കെയോ, അവരുടെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകളുണ്ട്. കഴിഞ്ഞ ദിവസം ജനറൽ ബോഡി നടന്ന സ്ഥലത്ത് വെച്ചെടുത്ത വോയിസ് റെക്കോർഡുകൾ, വീഡിയോകൾ, ഇതൊക്കെ അവരുടെ ഉണ്ടെന്ന്. അപ്പം എൻ്റെ തലയിൽ ഫസ്റ്റ് പോയത് ഓക്കെ, അമ്മ ഓഫീസിൽ ആയിരുന്നു, അപ്പോൾ അവിടുത്തെ റെക്കോർഡ്സ് ഒക്കെ ഇവർ മറ്റേ ചോർത്തി കാണും. പക്ഷെ അങ്ങനല്ല,
അവിടെ വെച്ചല്ല നടന്നത്, എവിടെ വെച്ചാണോ നടന്നത് അവിടുത്തെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഇതൊക്കെ ചേച്ചിക്ക് കിട്ടിയോ? അല്ല, കഴിഞ്ഞ ആ ഒരു നിങ്ങൾ തന്നെ റിലീസ് ചെയ്ത ഒരു ഓഡിയോയിൽ പറയുന്നത്, ആ ഒരു എന്താണ് പിഷാരടി ആയിട്ടുള്ള ഒരു കോൾ റെക്കോർഡിൽ തെളിവുകൾ വെച്ചോ, കൈ തെളിവുകൾ വെച്ചോ ചേച്ചി. നമുക്ക് തെളിവുകളൊന്നും വേണ്ട, നമുക്ക് സാധാരണക്കാർ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാലോ, സംശയങ്ങൾ ചോദിക്കാലോ. തെറ്റുണ്ടോ? തെറ്റുണ്ടോ പറ. ഉടനെ കൊണ്ട് കേസ് കൊടുക്കുമായിരിക്കും അല്ലയോ? ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഡയറക്ടറിനെ പോലുള്ള ആൾക്കാരെ ഇറക്കിയിട്ട് പൂശിക്കോ, എല്ലാത്തിനെയും പൂശിക്കോ, നാളെ തൊട്ട് വെളുപ്പിക്ക്, കാശുണ്ടല്ലോ, വെളുപ്പിക്കാൻ കാശ് കൊടുക്കാലോ. പക്ഷെ ജനങ്ങൾ മണ്ടന്മാരല്ല. ഓക്കെ, കമന്റ് ബോക്സിൽ ചിലപ്പോൾ ഫേക്ക് ഐഡികളിൽ നിന്നൊക്കെ വന്ന് കമന്റ് ഇടാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ അടിമകൾക്ക്. പക്ഷേ ജനങ്ങൾ മണ്ടന്മാരല്ല. ശ്വേതാ മേനോൻജി അത് മറക്കരുത്. ബോംബെയിലെ കളി ബോംബെയിൽ വെച്ചാൽ മതി, ഇങ്ങ് കൊച്ചിയിൽ ഇറക്കണ്ട, വേവൂല. രമേഷ് പിഷാരടി നല്ല കൊട്ടുകൊടുത്ത് വിടുന്നുണ്ട്, നമുക്കത് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ അമ്മ സംഘടനയുടെ ജനറൽ ബോഡി ദിവസം അവിടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അമ്മയുടെ നിലവിലുണ്ടായിരുന്ന എല്ലാ ഭാരവാഹികളും ഞങ്ങൾ രാജിവെച്ച് പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അവർ പ്രഖ്യാപിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പ്രസിഡന്റ് ഞാൻ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൂടെ രാജിവെക്കുന്നു എന്ന് അംഗങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞ് അവിടുന്ന് പോയപ്പോൾ അവിടെ പെട്ടെന്നൊരു വാക്കമുണ്ടായി, ഒരു അബാൻഡൻസ്, ഒരു അബാൻമെന്റ്, ഒരു പെട്ടെന്നൊരു അനാഥത്വം ഉണ്ടായപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവിടെയുള്ള ആളുകൾ ജഗദീഷ് ഏട്ടനെ തൽക്കാലം അധ്യക്ഷനായി വെച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുകയും, അപ്പോൾ മീറ്റിംഗ് അനന്തമായി നീണ്ടുപോകുന്നത് കാരണം അവിടെ നിന്ന് ജസ്റ്റ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു അഡ്വോക്ക് കമ്മിറ്റി ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി, പിഷാരടി ഇതിൽ നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഒരു സ്വന്തം സംഘടന എന്നുള്ള നിലയിൽ ഇതിന്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിനെ സഹായിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നൊരു ചിന്തയോടുകൂടി ഞാൻ നിൽക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ നിന്നു. അങ്ങനെയാണ് ഞാൻ ഉൾപ്പെടുന്ന ഒരു അഡ്വോക്ക് കമ്മിറ്റി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇപ്പൊ വൈകുന്നേരം വാർത്ത കണ്ടു, അത് ഞാൻ സൈറ്റിൽ കയറിയ വിധി എന്താണ്, വിധിയല്ല സ്റ്റേ എന്താണെന്ന് നോക്കി. സ്റ്റേ എന്താണെന്ന് നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലായത് കമ്മിറ്റിയല്ല, എനിക്ക് വ്യക്തിപരമായി ഇത് അല്ലാതെ എന്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമേ ഇതിനകത്തില്ല. ഈ സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഞാനെന്ന വ്യക്തിയുടെ യാതൊരു വിഷയവുമില്ല. ഞാനൊരു സംഘടനയുടെ അഡ്വോക്ക് കമ്മിറ്റിയുടെ കൺവീനറായി എനിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനോ ഉള്ള ഒരു അധികാരമില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റേ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേ വരുന്ന സാഹചര്യത്തിൽ കമ്മിറ്റി പറഞ്ഞു ഞാനായി, കോടതി പറഞ്ഞു ഞാൻ മാറുന്നു. എനിക്ക് എന്റെ കോടതി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതിൽ അങ്ങനെ വലിയ എന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ കണക്കിലെടുത്ത് ഇതിലങ്ങനെ കടിച്ചു തൂങ്ങണം എന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ലാത്തത് കൊണ്ട് ഞാനും രാജിവെക്കാം, മാറാം. ബാക്കി ചുമതലകൾ എങ്ങനെയാന്ന് വെച്ചാൽ നടന്നു പോട്ടെ. ബാക്കി കേൾപ്പിക്കാൻ. ശ്വേതാ മേനോൻജി, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ അടിമകൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് കാണിച്ചു കൊടുക്കുക. വേറൊന്നുമല്ല, ഒരിച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ ഇതായിരിക്കും ചെയ്യുന്നത്. കോടതി പറഞ്ഞു വേണ്ട മോനെ നിൽക്കണ്ട, നീ വിട്ടോ, നീ ആ അഡ്വോക്ക് കമ്മിറ്റിയുടെ മറ്റേ എന്താണ് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആ ഒരു കൺവീനർ എന്നുള്ള രീതിയിൽ നിന്ന് അങ്ങ് മാറിക്കോ എന്ന് പറഞ്ഞ ഉടനെ ഓക്കെ ഞാൻ പോയേക്കാം, എനിക്ക് കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് നിലപാട്. പുള്ളി പോവുകയും ചെയ്യും. മനസ്സിലായോ? പുള്ളിക്ക് വേറെ പണിയുണ്ട്, പുള്ളിക്ക് വേറെ ജോലി ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്ക് പോകാം. ശ്വേതാ മേനോൻജിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ, അല്ലയോ? അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ചേച്ചിയുടെ ഡീലിങ്സ് പലതും ഉണ്ട്, അതൊന്നും തീർക്കാതെ ചേച്ചിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയ അന്ന് ആ ഒരു ഉത്തരം മുട്ടിയപ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ നിന്ന് വിറച്ച് വെള്ളവും കുടിക്കാനില്ല. ആ ഒരു അവസരത്തിൽ ചേച്ചി ഇറങ്ങി അങ്ങ് ഓടി, ഞാൻ രാജിവെച്ചു, എനിക്ക് അംഗത്വം വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങി ഓടി. 10-15 ദിവസം മാളത്തിൽ പോയി ഒളിച്ചിരുന്നു. ആൾക്കാരുമൊക്കെ ആയിട്ട് സംസാരിച്ച് എല്ലാവരോടും ഒക്കെ സംസാരിച്ച് ഡീല് ചെയ്ത് മറ്റേ കൈ കൊടുത്ത ആൾക്കാരൊക്കെ നല്ല തെറി പറഞ്ഞപ്പോഴത്തേക്കും ഒക്കെ ഞാൻ തിരിച്ചു പോകാം, നാണോ മാനോ ഒക്കെ വിട്ടിട്ട് ഞാൻ പോകാം തിരിച്ച്, എങ്ങനെയെങ്കിലും ഒക്കെ തള്ളിക്കേറി ചെല്ലാം എന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. കറക്റ്റായിട്ട് മിനിഞ്ഞാന്ന് ഗണേഷ് കുമാറിനും പിഷാരടി എല്ലാം നല്ല കൊട്ടു കൊടുത്തു. പൈസ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇറങ്ങിപ്പോയവരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി നേരെ പോസ്റ്റും കൊണ്ട് കറക്റ്റ് ടൈം നോക്കിയിരിക്കുകയായിരുന്നു. പോസ്റ്റും കൊണ്ട് മിനിഞ്ഞാന്ന് രാത്രി ഇറങ്ങി. ഇന്നലെ ചേച്ചി നേരെ, ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയല്ല, മിനിഞ്ഞാന്ന് പകലായപ്പോൾ ഇറങ്ങി. ഇന്നലെ ചേച്ചി നേരെ എറണാകുളം എത്തി, കോടതിയിൽ പോയി. ചേച്ചിക്ക് സമാധാനമായി, തിരിച്ചു കയറാം, ഇനി ഒരു നാണോമാനോ നോക്കണ്ട, തിരിച്ച് ഞാൻ കയറി ചെന്ന് കസേറിയിരിക്കും, ഞാൻ തന്നെ പ്രസിഡന്റ്. ഒരു വിലയും കിട്ടത്തില്ല. കമ്മിറ്റിക്ക് അകത്തുള്ള ജനറൽ ബോഡിക്കകത്തുള്ള ഒരാളും നിങ്ങൾക്ക്
പട്ടിയുടെ വില പോലും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എല്ലാവരും കൂടെ ഒറ്റയടിക്ക് അങ്ങ് ഇറങ്ങിപ്പോയാൽ അതായിരിക്കും അടിപൊളി. ചേച്ചി തന്നെ ഇരുന്നങ്ങ് ഭരിക്കട്ടെന്ന് പറയണം. അല്ല, അതാണ് ചെയ്യേണ്ടത്. എല്ലാവരും കൂട്ടത്തോടെ അങ്ങ് രാജിവെക്കണം, ഇവർ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞില്ലെങ്കിൽ. അങ്ങനെ ചെയ്യണം. പക്ഷെ അപ്പോഴും ചിലപ്പോൾ ശ്വേതാ മോഹൻ ജി പറയും, നിങ്ങളൊക്കെ പൊക്കോ, ഞാനിവിടെ ഇരിക്കും, അമ്മയുടെ തലപ്പത്തും ഞാൻ തന്നെ, പ്രസിഡന്റും ഞാൻ തന്നെ. കുറച്ച് വരുന്നുണ്ട്, മറ്റേ ലക്ഷ്മിപ്രിയ ചേച്ചി പറഞ്ഞ കണക്ക് മറ്റേ അമിത്ഷായുടെ കുറച്ച് വരുന്നുണ്ട്. ആർക്ക് വേണ്ടി? ഇരുന്ന് തിന്നുവോ ഇതെല്ലാം കൂടി? എനിക്ക് അറിയാൻ പാടില്ല. ഇരുന്ന് തിന്നുവോ? ബാക്കി കേൾക്കാം നമുക്ക്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എനിക്ക് മനസ്സിലായത് ഇപ്പൊ എന്റെ പേര് മാത്രമേ ഞാൻ ആ ഇതിൽ കണ്ടുള്ളൂ. അതൊക്കെ പക്ഷെ മെമ്പേഴ്സ് എന്നില്ല. താങ്കൾ രാജിവെക്കുന്നതാണ് പറഞ്ഞത്. താങ്കളുടെ കേസ് അല്ലെങ്കിൽ താങ്കളുള്ള ഹർജിയിൽ അന്തിമ തീരുമാനം കോടതിയിൽ വന്നിട്ടില്ല, താൽക്കാലിക സ്റ്റേ ആണ്. അപ്പോൾ ആ സ്റ്റേയിൽ തീരുമാനം വന്നു. ആ താൽക്കാലിക സ്റ്റേ ആണെങ്കിൽ ഞാൻ എന്താണെന്ന് അറിയാമോ, ഞങ്ങൾ അഡ്വക്കേറ്റ് കമ്മിറ്റി കയറിയതിന് ശേഷം ഇപ്പൊ 10-15 ദിവസമായില്ല, ഞങ്ങൾക്ക് ഇതിന്റെ മിനിറ്റ്സ് ബുക്ക് കിട്ടിയിട്ടില്ല, അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ ഒന്നും ഓഫീസിന്റെ താക്കോലുകൾ കൈമാറിയിട്ടില്ല. എന്നിട്ട് പോലും ഞാൻ മിനിഞ്ഞാന്ന് പത്രസമ്മേളനത്തില് ഞാൻ 2 പത്രസമ്മേളനമേ കൂടിയുള്ളൂ. അത് ഒന്ന് പത്രസമ്മേളനം കൂടിയതല്ല, ഞാൻ നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെ ഉദ്ഘാടനം പാലക്കാട് കഴിഞ്ഞു വരുമ്പോൾ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചതാണ്. അപ്പോൾ ഇതൊന്നും തന്നില്ലെങ്കിലും നമ്മൾ ഇവരോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് ചെയ്തത്. എനിക്കിതുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടന 10-32 വയസ്സായ സംഘടനയെ കോടതിയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും എനിക്കില്ലായിരുന്നു. അത് രമ്യതയിൽ പരിഹരിക്കണം. ഞാൻ സംസാരിക്കാമെന്ന് ഓർത്തു. ഞാൻ അങ്ങനെ എന്റെ ആദ്യത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ബാക്കി കേൾപ്പിക്കാമേ. പിഷാരടിക്ക് രമ്യതയിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണമെന്നായിരുന്നു. പുള്ളി എല്ലാവരെയും വിളിച്ചു. അൻസിബയെ വിളിച്ചു, ശ്വേതയെ വിളിച്ചു, ലക്ഷ്മിപ്രിയയെ വിളിച്ചു, ടിനി ടോമിനെ വിളിച്ചു. ശ്വേതാ മേനോൻജി ഭയങ്കര നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സംസാരിച്ചതെല്ലാം റെക്കോർഡ് ചെയ്തു, എടുത്ത് പുറത്തേക്കും വിട്ടു. പിഷു 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 എന്നിരുന്ന് വിളിക്കുന്നതും കേട്ടു. ശ്വേതാ മേനോൻ ജി, നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും നിങ്ങളുടെ സഹപ്രവർത്തകർ? പിഷാരടി വളരെ മാന്യമായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ തന്നെ കുറെ കാര്യങ്ങൾ സംസാരിച്ച് അവസാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ മണ്ടത്തരം വീഴുന്നത് നമ്മൾ കണ്ടുപിടിച്ചതാ. ഓക്കെ, പിഷുവായിട്ടല്ലെങ്കിൽ പിഷാരടി, സോറി, നിങ്ങൾ പിഷു എന്ന് വിളിച്ച് നമുക്കും അത് തന്നെ വരുന്നത്. വോട്ടവോ പിഷാരടി ആണെങ്കിൽ പോലും വിചാരിച്ചില്ല നിങ്ങളിത് റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു വിടുന്ന ഒരു മെന്റാലിറ്റിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. തീർന്നു, അതോടുകൂടി തീർന്നു. ഇനിയിപ്പം നാളെ ഒരു മീറ്റിംഗ് വരുമ്പോൾ പോലും എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? നിങ്ങളുടെ കുറെ അടിമകളുണ്ടല്ലോ, മറ്റേ രാജിയൊക്കെ കൊടുത്തിട്ട് പോയ കുറച്ച് അടിമകൾ, അവർ ചിലപ്പോൾ കൂടെ കയറി വന്നിട്ട് ചിലപ്പം ഒരു നാണോ മാനോ ഇല്ലാതെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുമായിരിക്കും. വേറെ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമോ? അല്ല, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കാശ് മേടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മതി. വളരെ മാന്യമായിട്ട് സംസാരിച്ച രമേശ് പിഷാരടിയുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് അത് പുറത്തു വിട്ടിരിക്കുന്നു. എന്തിന് നിങ്ങളെ വിശ്വസിക്കണം? ബാക്കിയുള്ളവർ എങ്ങനെ വിശ്വസിക്കും? അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ അത്ര ഡീസൻ്റ് ആയിട്ട് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി, അയാളുടെ വോയിസ് പുറത്തു വിട്ടോ. അറ്റ്ലീസ്റ്റ് അയാളോട് പറയാമായിരുന്നല്ലോ. അത് നിങ്ങൾ ചെയ്തോ? അത് നിങ്ങൾ ചെയ്തോ? അത് നിങ്ങളെ എന്തിന് വിശ്വസിക്കണം? കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കത്തില്ല, ബോംബെക്കാർ വിശ്വസിക്കുമായിരിക്കും, കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കത്തില്ല. ശ്വേതാ മേനോൻ ജി. പിന്നെ മറ്റേ ചേട്ടന് കൊടുത്ത പണി എന്തായാലും നാളെ തൊട്ട് ചേട്ടൻ ഇറക്കും. നമ്മുടെയൊക്കെ വീഡിയോ ചിലപ്പോൾ മുക്കാൻ ശ്രമിക്കും. പല പരിപാടികൾ അടിച്ച് ചിലപ്പോൾ ചാനൽ അങ്ങനെ പലതും കാണിച്ചേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചേക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ പുതിയ ചാനൽ തുടങ്ങേണ്ടി വരും. ഈ ഫേസ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അല്ല, ചിലപ്പോൾ കാണിച്ചു കളയും. പൈസ ഉള്ള ടീമുകളാണല്ലോ. അല്ല, നമ്മൾ അങ്ങനെയൊക്കെ പലതും കേട്ടു. നാളെ തൊട്ട് ഇറങ്ങുകയാണ് ചേട്ടന് കൊട്ടേഷൻ കിട്ടിയെന്നൊക്കെ. പിന്നെ ചേട്ടന് ജിയു ഒക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഇതൊക്കെ എങ്ങനെ ഇവൻ അറിയുന്നടാ എന്ന്. ഒന്ന് മനസ്സിലാക്കിക്കോ. കൂടെ നടക്കുന്ന എല്ലാവരും അങ്ങെടുത്ത് തലേ വെച്ച് ഡാൻസ് കളിക്കുമെന്ന് വിചാരിക്കരുത്. ഓക്കെ, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി കുറച്ചും കൂടെ പിഷാരടി പറയുന്നത് കേൾക്കാം. ശ്വേതയോട്, അൻസിബയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാനന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം. എന്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടല്ലേ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി, ഞാൻ എന്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ
ഒരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്താനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആർക്കാണെങ്കിലും വിഷമം വരും. പുള്ളി അത്ര നല്ല രീതിയിൽ മണിക്കൂറുകളോളം പുള്ളി തന്നെ പറയുന്നുണ്ട്, മണിക്കൂറുകളോളം പുള്ളിക്ക് എന്താ വല്ല ബെനിഫിറ്റും ഉണ്ടോ? ഇല്ല. എന്നിട്ടും ഒരു ജനപ്രതിനിധിയാണ്, പിന്നെ പുള്ളിയും കൂടെ ഉള്ളൊരു എന്താണ് സംഘടനയാണ്, അതിൻ്റെ പുറത്ത് സംസാരിക്കാൻ നിന്നതാണ്. ലാസ്റ്റ് പുള്ളിക്ക് തന്നെ പണി കിട്ടി. ഭാഗ്യത്തിന് പുള്ളി നീറ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്, അത് പുള്ളിയുടെ ഭാഗ്യം. പിന്നെ നമ്മൾ പറഞ്ഞത് വെച്ച് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് രമേശ് പിഷാരടി. മനസ്സിലായോ? ആ വ്യക്തിക്ക് പൊന്നു ചേട്ടാ, ഇനി നാളെ സൗഹൃദം ചിലപ്പോൾ ഉണ്ടായേക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു കാരണവശാലും അതിൻ്റെ ഒന്നും സൗഹൃദം പിടിക്കാൻ പോയേക്കരുത്. അത് ചേട്ടൻ മനസ്സിലാക്കണം. അത്ര എനിക്ക് ചേട്ടനോട് പറയാനുള്ളൂ. ഇതിൻ്റെയൊക്കെ സൗഹൃദം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒന്ന് രമേശ് പിഷാരടി ചേട്ടനോടൊന്ന് പറഞ്ഞേക്ക് കമൻറ്റ് ബോക്സിൽ. ഒന്ന് ചേട്ടൻ അതൊന്ന് തലയിൽ വെച്ചേക്കുക. ഇതുപോലുള്ള ഇതിനോടൊന്നും സൗഹൃദം പിടിക്കാൻ പോകാതിരിക്കുക. പിഷു 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 ലാസ്റ്റ് പിഷുവിനിട്ട് പുഷോ കൊടുത്തു. അതാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചും കൂടെ കേൾക്കാം. ലാസ്റ്റാണ് പുള്ളി കലക്കൻ ഒരു സാധനം പറയുന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടെ കേൾക്കാം. നമ്മൾ നല്ലത് വരണമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്, നമ്മളെല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും ഒന്നിച്ച് നിൽക്കണം കിടക്കണം എന്നാണ്. ഇപ്പൊ ഇനി മറ്റൊരു ഓപ്ഷൻ, ഇപ്പൊ എന്നോട് ചിലർ പറഞ്ഞു, ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൂടി രാജിവെച്ച ഒരാൾക്ക് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റേ വാങ്ങിക്കാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചു. എനിക്ക് വേണമെങ്കിൽ ഈ സ്റ്റേക്കെതിരെ നാളെ കോടതിയിൽ കണ്ട് ഇതെങ്ങനെയാണ് ഈ സ്റ്റേ വരുന്നത്, പ്രാഥമിക അംഗത്വം ഇതും രാജിവെച്ച് പോയവരല്ലേ ഇത് തന്നിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് തുടരാന്നൊക്കെ പറയാം. പക്ഷെ എനിക്കങ്ങനെ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം എന്നുള്ള യാതൊരുവിധ ആഗ്രഹവുമില്ല. എന്റെ സഹപ്രവർത്തകരായിട്ടല്ല, ഒരുപക്ഷെ സഹപ്രവർത്തകരെന്ന് പറയരുത്, പലരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അവരൊക്കെ എന്നേക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നതും ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നതും ഞങ്ങൾ എത്രയോ കാലം ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്തുമൊക്കെ ഈ സംഘടന ഈ ലെവലിലാക്കിയെടുത്ത് നിന്നും എനിക്കിതിനെ കോടതി കയറ്റാനോ ഇതിനെതിരെ എന്തെങ്കിലും പറയുവാനോ അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. ഒരു കാര്യമുള്ളത്, ഈ കഴിഞ്ഞ കമ്മിറ്റിയുടെ കണക്കുകൾ അവർ അവതരിപ്പിച്ചത് കമ്മിറ്റിയിൽ പാസ്സായില്ല. ആ കണക്ക് പാസ്സാകാത്തപ്പോൾ തന്നെ ആ കമ്മിറ്റിയുടെ മാൻഡേറ്റ് പോയി. അതിനകത്ത് അവരുടെ അക്കൗണ്ടന്റും നമ്മുടെ കാഷ്യറും അത് പറഞ്ഞു. അത് കണക്ക് പാസ്സാകാതിരുന്ന സാഹചര്യത്തിലാണ് ഈ ഡിസ്കഷൻ തുടങ്ങിയത്. അപ്പൊ ഇവര് പറഞ്ഞത് ഞാൻ ഔദ്യോഗികമായി രാജി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് രാജിവെക്കണമെങ്കിൽ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ബാക്കിയുള്ളവർക്കൊക്കെ രാജി കൊടുക്കുക. ഇവരൊക്കെ കൂടെ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ ഇവർ ആർക്കാ രാജി കൊടുക്കണേ? അവിടെ ഔദ്യോഗികമായിട്ട് കൊടുക്കണമെങ്കിൽ ഒന്നിക്ക് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് മേടിക്കാൻ വേണം. അപ്പൊ ആ ഡിക്ലറേഷനാണ് കമ്മിറ്റി ഔദ്യോഗികമായൊരു രാജിയായിട്ട് എടുത്തതും അവിടെ വെച്ച് മറ്റൊരു കമ്മിറ്റിയെ തീരുമാനിക്കണം എന്ന് പറഞ്ഞതും അങ്ങനെ ഒരു കമ്മിറ്റി കേൾപ്പിക്കാമേ. അതിന് മുമ്പായിട്ട് ലാസ്റ്റ് പോയിന്റിലേക്ക് പുള്ളി എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കൊട്ടുകൊടുക്കാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് ചില ആളുകൾക്ക് ഒരു സംശയം വരും, അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാം. അൻസിബ കോടതിയിൽ പോയില്ലേ എന്ന് കുറേ ആളുകൾ ചോദിക്കും. അൻസിബ പോയത് അമ്മ എന്ന താരസംഘടനയിൽ അവൾക്കൊരു പൊസിഷൻ ഉണ്ടായിരുന്നു, ആ പൊസിഷൻ എനിക്ക് വേണം, ഞാൻ അതിനകത്തൊന്നും കടിവിടത്തില്ല എന്നും പറഞ്ഞിട്ടല്ല അൻസിബ കോടതിയിലേക്ക് പോയത്. ആ പെൺകുട്ടിക്ക് കിട്ടേണ്ട നീതി, മാനസികമായിട്ട് അവളെ ഇല്ലാതെയാക്കാൻ അതിനകത്ത് 1-2 പേര് ശ്രമിച്ചു. മനസ്സിലായില്ലേ? നമ്മളെല്ലാം കണ്ടതാ. അവിടെ ആ ഒരു വിഷയം ഉണ്ടായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി. അമ്മ എന്ന താരസംഘടനയിലുള്ള പ്രസിഡന്റ് ഫ്രണ്ടിൽ പോയി ആദ്യമേ കൈ നീട്ടി. ദർ ഇസ് നത്തിങ് ടു ഡൂ വിത്ത് അമ്മ. അവർ കൈയൊഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയി, അവിടെയും കൈയൊഴിഞ്ഞു. അതുകൊണ്ടാണ് ആ പെൺകുട്ടി കോടതിയിൽ പോയത്. മനസ്സിലായില്ലേ? അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ശ്വേതാ മേനോൻ ജി എന്താ കാണിച്ചത്? ഞാൻ റിസൈൻ ചെയ്തു, എനിക്ക് അംഗത്വമൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങി ഓടി. ഓക്കെ, നമ്മളെല്ലാവരും കണ്ടതാ. അത് കഴിഞ്ഞിട്ട് 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ കോടതിയിൽ ഞാൻ തന്നെ ഭരിക്കും, ആഹാ എനിക്ക് തന്നെ വേണം, അണ്ണോക്ക എല്ലാം പൊക്കോട്ടെ അങ്ങോട്ട്, നാണാണ് ഇവിടുത്തെ സെറ്റപ്പ്, ഞാൻ പ്രസിഡന്റ്, എൻ്റെ കുറേ പിള്ളേരുണ്ട്, ഞങ്ങൾ പറിക്കും, അത് ഞങ്ങൾക്ക് തന്നെ വേണം എന്നും പറഞ്ഞിട്ടാണ് ചേച്ചി കോടതിയിൽ പോയത്. രണ്ടും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇനി അതും പറഞ്ഞ് ആരും വരരുത് കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അതാണ് ഞാൻ ക്ലിയർ ആക്കി തന്നത്. മനസ്സിലായില്ലേ? ഇത് ഒരു നാണം കെട്ട പോക്ക്. ഈ പട്ടി എല്ലും കഷ്ടത്തിന് വേണ്ടി കിടന്ന് അടിപിടി കൂട്ടത്തില്ലേ ഒരു 2-3 പട്ടികൾ, അതുപോലെ ആ ഒരൊറ്റ കസേരയ്ക്ക് വേണ്ടി ശ്വേത ചേച്ചി കടിപിടിയെ. ആർക്കും വേണ്ട, എനിക്ക് വേണം, എനിക്ക് തിരിച്ചു വേണം. ഞാൻ എൻ്റെ മാനസിക നില തെറ്റിയ സമയത്ത് ഞാൻ അന്ന് വിളിച്ചു കൂവി ഇറങ്ങി ഓടിപ്പോയതാ. ആ ഒരു ഐഡിയ പിടികിട്ടിയില്ലേ? എന്ത് നിരപരാധിത്വം തെളിയിക്കാൻ? ഒരു നിരപരാധിത്വം ചേച്ചി തെളിയിക്കണ്ട. ഇനിയിപ്പോൾ എന്ത് ചേച്ചി തെളിയിക്കാൻ വന്നാലും പിഷാരടി ആ കോളിൽ പോലും നിങ്ങളോട് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാട്ടുകാരുടെ ഫ്രണ്ടിൽ ഇനി നിങ്ങൾ കഥയും പറഞ്ഞുകൊണ്ട് ഇറങ്ങണ്ട, ആരും മൈൻഡ് ചെയ്യത്തില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഇനി ആ സാധനത്തിനെ വിശ്വസിക്കുമോ? കമൻറ്റ് ബോക്സിൽ പറയണേ.
മെയിൻ ഈ പോയിന്റ് കൂടെ നിങ്ങളൊന്ന് കേട്ടോ പിഷാരടി പറയുന്നത്. രൂപീകരിക്കപ്പെട്ടതും. അപ്പൊ എനിക്കിതിൽ കടിച്ചു തൂങ്ങണം എന്നുള്ള യാതൊരുവിധ ആഗ്രഹങ്ങളുമില്ല. ഞാൻ പ്രാഥമിക അംഗത്വം ഒന്നും രാജിവെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആകെ ഈ അഡ്വക്കേറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന സ്ഥാനത്ത് മാറാം, അത്രേ ഉള്ളു. ആ രാജി ഇപ്പൊ ഇനിയിപ്പോ ആർക്ക് കൊടുക്കണ്ട? അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെ വേറെ ആർക്കെങ്കിലും കൊടുക്കണോ, അപ്പുറത്ത് കൊടുക്കണോ എന്നുള്ള. എന്റെ ഈ രാജിക്ക് ഇനി ഞാൻ കത്ത് കൊടുത്തില്ലെങ്കിലും ഇതൊരു ഡിക്ലറേഷൻ ആണ്. ഒരു കുറച്ച് 15 ദിവസം കഴിയുമ്പോൾ ഈ രാജി അല്ലെന്നും പറഞ്ഞ് ഞാൻ വരികയില്ല. രാജി തന്നെയാണത്, കേട്ടാ. ഇതിൽ കൂടുതൽ വല്ലതും കിട്ടാനുണ്ടോ ശ്വേതാ മേനോൻ ജി? വല്ലതും കിട്ടാനുണ്ടോ? പൊക്കൂടെ തിരിച്ച് കെട്ടിയെടുത്ത് ബോംബായിക്ക്? പൊക്കൂടെ? എന്തിന്? എന്ത് കാര്യത്തിന്? സഹപ്രവർത്തകൻ തന്നെ കൂടെയുള്ള ആരോടൊന്നും ചോദിച്ചാൽ മതി. ആരോടെങ്കിലും ചോദിച്ചോ. ഞാനിപ്പോൾ പറയാൻ പോകുന്നൊരു വേർഡുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവാൻ സാധ്യതയില്ല ശ്വേതാ മേനോൻ ജി. വേറൊന്നുമല്ല, തെറിയൊന്നുമല്ല കേട്ടോ. ഇനി ഞാൻ തെറി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ നിൽക്കരുത്. കാര്യം പറഞ്ഞു തരാം. ഈ നല്ല ബെസ്റ്റ് ഊക്കാൻ മിടുക്കനാണ് പിഷാരടി. നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഊക്കാണ് ഇതാ ഇവിടെ ഊക്കി തന്നേക്കുന്നത്. പിടികിട്ടിയോ? ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് തരാനില്ല. ഓക്കെ, ക്ലീൻ ബൗൾഡാക്കി കളഞ്ഞു നിങ്ങളെ, മനസ്സിലായോ? പുള്ളി 10-15 ദിവസത്തിന് ശേഷം വരാനൊന്നും പോകുന്നില്ല. ഞാൻ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അല്ലാതെ ചേച്ചിയെ പോലെ ഇല്ല എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് 15 ദിവസം കഴിയുമ്പോൾ കോടതിയിൽ നിന്ന് പോയി കേസൊക്കെ കൊടുത്തിട്ട് എനിക്ക് വേണം, എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, ഞാൻ തെളിയിക്കും, ആഹാ എനിക്ക് കുറച്ച് അടുത്ത മാസം വരാനുണ്ട് അമിത്ഷായുടെ സോറി, അയ്യോ ആ പേര് പറയരുതല്ലോ അല്ലേ, മറ്റേ ടീമിൻ്റെ വരാനുണ്ട് 15 അതും കൂടെ കൈയിട്ട് വരട്ടെ ഞാൻ പോകത്തുള്ളൂ. പിന്നെ എൻ്റെ കുറച്ച് സ്പോൺസർഷിപ്പിൻ്റെ ഒക്കെ കുറച്ച് 20% ഇതൊക്കെ എടുത്തിട്ട് ഞാൻ പോവുള്ളൂ. ഗെറ്റ് ലോസ്റ്റ് ചേച്ചി, ഗെറ്റ് ലോസ്റ്റ്. ഓക്കെ, ഇനിയും ഇവിടെ വന്നിട്ട് മലയാളികളെ മറ്റേ ഹിന്ദിയും മലയാളവും ഇംഗ്ലീഷും കൂടെ മറ്റേ കുഴച്ചുള്ള സാധനം അടിച്ചിട്ട് വായി തന്നിട്ട് പേടിപ്പിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? എല്ലാവർക്കും അത്യാവശ്യം ബോധമുണ്ട്. നിങ്ങൾ എന്താണെന്നതായി ഇവിടെ ക്ലിയർ ആയി കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇന്ന് നിങ്ങൾ രാവിലെ, ഞാൻ പാതിരാത്രിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്, നാളെ ഈ വീഡിയോ നിങ്ങൾ കണ്ട് കഴിയുന്ന സമയത്തേക്ക് മിക്കവാറും നമ്മുടെ എറണാകുളത്ത് മരട് വെച്ചിട്ട് ഒരു പ്രസ് മീറ്റ് നടക്കാൻ പോകുന്നുണ്ട്. മാല പാർവതി എനിക്ക് തോന്നുന്നു, പിന്നെ ഉഷ സീന, പിന്നെ അൻസിബ, ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്. അതും കൂടെ കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമായിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രൂഫ് അവർ തരുമോ ഒന്നും നമുക്കറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ എന്തായാലും നാളെ ഇങ്ങനെ ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ അങ്ങോട്ട് കണ്ട് തീർക്കുക. ആ പ്രസ് മീറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കുറച്ച് കാര്യങ്ങൾ ഇതായി ഈ ഫോണിലും കിടപ്പുണ്ട് കേട്ടോ. ഞാനതൊന്നും ഇപ്പോൾ പുറത്ത് വിടുന്നില്ല, വൈകാതെ കേൾപ്പിക്കേണ്ട വരും മിക്കവാറും നിങ്ങളെ. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.